നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു സത്യം ഒരു ക്രിസ്തു വിശ്വാസി മനസ്സിലാക്കണം. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വരികയാണ്. പിശാചിന്റെ രാജ്യത്തിലെ പൗരത്വം ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ രാജ്യത്തിലെ ദൈവരാജ്യത്തിൻ്റെ പൗരത്വം ഏറ്റെടുത്ത് ആമേൻ അതിന് കർത്താവിനെ സ്തുതിച്ചും മാനിച്ചും നിൽക്കുന്നവരാണ് ദൈവമക്കൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ നമുക്ക് ഇവിടെ എന്തില്ല? പൗരത്വം ഇല്ല. പക്ഷെ നമുക്കൊരു പൗരത്വം ഉണ്ടായിരുന്നു. സാത്താന്റെ രാജ്യത്തിലെ പൗരത്വം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്നു. ആ പൗരത്വം നമ്മൾ എന്ത് ചെയ്തു? ഉപേക്ഷിച്ച് ക്യാൻസൽ ചെയ്തു. സ്വർഗത്തിലെ പൗരത്വം എന്ത് ചെയ്തിരിക്കുന്നു? എടുത്തിരിക്കുന്നു. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. നമ്മൾ അന്ധകാരത്തിൽ നിന്നാണ് ദൈവം നമ്മളെ, അതാ പറഞ്ഞത് ആദ്യം, സാത്താന്റെ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് യേശു വിളിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇരട്ട പൗരത്വമില്ലാത്തവരായി മാറി. ഈ ലോകത്തിൽ ഇരട്ട പൗരത്വമുള്ളവരുണ്ട്, അല്ലേ? ഉണ്ട്. അപ്പോൾ ആമേ സ്തോത്രം. ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഒരൊറ്റ പൗരത്വമേ ഉണ്ടാകാവൂ. അതെവിടുത്താണ് ആ പൗരത്വം? സ്വർഗത്തിലെ പൗരത്വമാണ്. എന്നാൽ സാത്താന്റെ പൗരത്വവും ക്രിസ്തുവിന്റെ പൗരത്വവും വഹിച്ചു നടക്കുന്നവരുണ്ട്. പക്ഷെ സാത്താന്റെ പൗരത്വം ഉപേക്ഷിക്കാതെ യഥാർത്ഥമായി സ്വർഗത്തിന്റെ പൗരത്വം ലഭിക്കില്ല. വാ കൊണ്ട് പറയാം, ഞാൻ ക്രിസ്തുവിന്റെ വിശ്വാസിയാണ്, യേശുവിന്റെ രക്ഷിതാവാണെന്നൊക്കെ വാ കൊണ്ട് പറയാം. പക്ഷേ പിശാചിന്റെ ഇരുട്ടിന്റെ പ്രവർത്തികളെ, നിഷ്ഫല പ്രവർത്തികളെ നാം വിട്ടുകളയുന്നില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പൗരത്വം നമ്മിലുണ്ട്. അപ്പൊ ദൈവം നമ്മളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ അന്ധകാര രാജ്യത്തിന്റെ അധികാരി പിശാചാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നാം രക്ഷിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യാണ്? നാം ഒരു യുദ്ധത്തിൽ ഏർപ്പെടുവാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് ചുവട് വെക്കുന്നത്. യുദ്ധം അറിയാത്ത നമ്മളെ, യുദ്ധം എന്തെന്ന് കണ്ടിട്ടില്ലാത്ത നമ്മളെ ആര് യുദ്ധം അഭ്യസിപ്പിക്കും? പരിശുദ്ധാത്മാവ് യുദ്ധം അഭ്യസിപ്പിക്കും. കാരണം യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ജാതികൾ അവരോട് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം കണ്ടിട്ട് അവർ തിരിച്ച് മിസ്രയീമിലേക്ക് പോകുമെന്ന് കണ്ടിട്ട് ദൈവം അവരെ എന്ത് ചെയ്തു? ചുറ്റി നടത്തി. എന്തിനു വേണ്ടിയാണ്? യുദ്ധം അഭ്യസിപ്പിക്കുവാൻ വേണ്ടി. എന്നാൽ ഇസ്രായേൽ ജനത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ദൈവം യുദ്ധം അഭ്യസിപ്പിക്കുവാൻ വേണ്ടി ചുറ്റി നടത്തിയതുപോലെ പുതിയ നിയമവിശ്വാസികളാകുന്ന നമ്മളെ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വരുമ്പോൾ സാത്താന്റെ യുദ്ധമുറകൾ അറിയാത്ത നമ്മെ പരിശുദ്ധാത്മാവ് സാത്താനെതിരായി യുദ്ധം ചെയ്യുവാനുള്ള മുറകളെ നമുക്ക് പഠിപ്പിച്ചു തരും. അപ്പൊ ആ രാജ്യം വിട്ടുവന്ന് നമ്മൾ യേശുവിനെ സേവിക്കുന്നത് ആർക്കിഷ്ടമല്ല? പിശാചിന് ഇഷ്ടമല്ല. ഇല്ലല്ലോ, ഇഷ്ടമല്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവൻ നമുക്കെതിരായിട്ട് വരുമല്ലോ. നമുക്കൊരു പ്രതിയോഗി ഉണ്ടല്ലോ. അതാരാണ്? സാത്താനാണ്. ക്രിസ്തു വിശ്വാസി എന്തായിരിക്കണം? എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. ലോക മനുഷ്യൻ ജീവിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യരുത്? ജീവിക്കരുത്. 1 പത്രോസ് 5-ാം അധ്യായം 8-9 വാക്യം. ഉണർന്നിരിപ്പിൻ. ആരാ ഇത് പറയുന്നത്? പത്രോസ്. യേശു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒരു നാഴിക പോലും ഉണർന്നിരിക്കാൻ കഴിയാതെ ഇരുന്ന പത്രോസ് നമ്മളെ ഇപ്പോൾ പ്രബോധിപ്പിക്കുന്ന കാര്യം എന്താണ്? ഉണർന്നിരിക്കാൻ. എന്തുകൊണ്ടാണത് പറയുന്നത്? പിശാച് ആരാണെന്ന് ആരറിഞ്ഞു?
പത്രോസ് അറിഞ്ഞു യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം അഭിഷേകം നിമിത്തം പത്രോസ് മനസ്സിലാക്കി എന്റെ മുമ്പിലുള്ള പ്രതിയോഗിയുടെ ശക്തിയും ബലവും. സ്തോത്രം. ആ പത്രോസ് പറയുകയാണ് ഉണർന്നിരിക്കാൻ. നമ്മളെ ഒരു ക്രിസ്തു വിശ്വാസി എന്ത് ചെയ്യണം? എപ്പോഴും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കണം. ഉറങ്ങുമ്പോഴും ഒരു ക്രിസ്തു വിശ്വാസി ഉണർന്നിരിക്കണമെങ്കിൽ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കവിയുന്ന വ്യക്തിയായിരിക്കണം. നീ ഉറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടേയിരിക്കും. എവിടാ? നിന്നിലുള്ള പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിന്നിൽ ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നീ ഉറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അവന് അലറുന്ന സിംഹമെന്ന കണക്കെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ആമേൻ. പിശാചിനും സിംഹത്തിന്റെ ഭാവം ധരിക്കാൻ കഴിയും. പിശാചിനും ആത്മീയതയുടെ വേഷം ധരിക്കാൻ കഴിയും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആർക്ക് കീഴടങ്ങണം? നമ്മൾ ദൈവത്തിന് കീഴടങ്ങണം. സ്തോത്രം. പിശാചിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കീഴടങ്ങാൻ പാടില്ല. ഇന്നത്തെ വിശ്വാസികൾ മുഴുവനും എന്ത് ചെയ്യുകയാണ്? ഇന്നത്തെ വിശ്വാസികളിൽ പലരും ആർക്ക് കീഴടങ്ങിയാണ് നടക്കുന്നത്? പിശാചിന് കീഴടങ്ങിയാണ് നടക്കുന്നത്. നമ്മൾ ആർക്ക് കീഴടങ്ങണം? ദൈവത്തിന് കീഴടങ്ങണം. എന്നിട്ട് ആരോട് എതിർക്കണം? പിശാചിനോട് എതിർക്കണം. സഭകളിൽ രാഷ്ട്രീയം കയറുമ്പോൾ അവിടെ ആര് കയറും? പിശാച് കയറും. സഭയ്ക്കുള്ളിൽ മത്സരം വരുമ്പോൾ എന്ത് കയറും? പിശാച് കയറും. ഒരു കുടുംബത്തിൽ മത്സരം വരുമ്പോൾ എന്ത് വരും? അവിടെ ആവിചാര ദോഷം വരും. പിശാചിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. സ്തോത്രം. ഒരു സഭയിലെ മത്സരം വന്നാൽ അവിടെ എന്ത് ദോഷം വന്നു കഴിഞ്ഞു? ആഭിചാര ദോഷം വന്നു കഴിഞ്ഞു. വേറൊരാൾ ശുദ്രം ചെയ്യേണ്ട കാര്യമില്ല. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും ആകുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആരോടും എന്ത് ചെയ്യരുത്? മത്സരിക്കരുത്. പരസ്പരം മത്സരിക്കരുത്. മത്സരിച്ചാൽ അത് ആഭിചാര ദോഷം പോലെയാണ്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. എന്തുകൊണ്ടാണ് ഓടിപ്പോകുന്നത്? നമ്മൾ എതിർത്തത് കൊണ്ടാണ്. എവിടെ നിന്നാണ് എതിർക്കുന്നത്? നമ്മുടെ പൗരത്വമുള്ള ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ടാണ് എതിർക്കുന്നത്. ദൈവരാജ്യത്തിന്റെ വെളിയിലിറങ്ങി തോന്നിവാസവും കാണിച്ചിട്ട് എതിർക്കുകയാണെങ്കിൽ അവൻ ഓടിപ്പോകത്തില്ല. അവൻ നമ്മളെ കീഴടക്കും. നമ്മൾ ഓടിപ്പോകും. ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ അല്ലാതെ സ്കേബായുടെ മക്കൾ പിശാചിനോട് എതിർത്തു. പിശാച് ചോദിച്ചു, ആമേൻ, യേശുവിനെ ഞാൻ അറിയും, പൗലോസിനെയും പരിചയമുണ്ട്, നിങ്ങൾ ആര് എന്ന് ചോദിച്ചിട്ട് അവരെ ആക്രമിച്ച് അവരുടെ വസ്ത്രം വലിച്ചു കീറി നഗ്നരായി അവർ ഓടിപ്പോകേണ്ടി വന്നു. ആ ഗതി നമുക്കുണ്ടാകരുത്. നമ്മൾ എവിടെ നിന്നുകൊണ്ട് എതിർക്കണം? ദൈവരാജ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എതിർക്കണം. എതിർത്താൽ പിശാച് എന്ത് ചെയ്യും? ഓടിപ്പോകും. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിന്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് എന്തുണ്ട്? പോരാട്ടം ഉണ്ട്, യുദ്ധമുണ്ട്. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമതേന്തി പോയിടാം, സുവിശേഷമോതിടാം, നാടെങ്ങും ആനന്ദ സന്തോഷമുണ്ടൊടുവിൽ. ഹല്ലേലൂയ.